ഇസ്രായേലിലെ ഗോത്രങ്ങൾക്കെല്ലാം അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുത്തതിന് ശേഷം യോശുവ ലേവി ഗോത്രത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അവകാശം ഒന്നുമില്ല എന്ന് മോശ മുഖാന്തരം ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുണ്ട്. പാർക്കാൻ പട്ടണങ്ങൾ, കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും പുൽപ്പുറങ്ങൾ, അതല്ലാതെ ഇസ്രായേലിൽ നിങ്ങൾക്ക് യാതൊരു ഓഹരിയുമില്ല. ലേവ്യരുടെ സ്വാഭാവിക ചോദ്യമാണ്, അപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ കുഞ്ഞുകുട്ടി പരാധീനതകൾ ആരോട് പറയും? മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലല്ലെങ്കിലും അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ? അത് സഫലീകരിക്കുവാനുള്ള വിഭവങ്ങൾ ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും? വിഭജനം കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ സമ്പത്തുമായി അണുകുടുംബങ്ങളിലേക്ക് ഒതുങ്ങും. കൂടുതലൊന്നും വേണ്ട. സമൂഹത്തിന്റെ മുൻപിൽ മാന്യമായി നടക്കാനുള്ളത് ഇപ്പോഴേ എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചാൽ നമുക്ക് കൊള്ളാം. നമ്മൾ പലപ്പോഴും ഈ ചോദ്യം നമ്മോട് തന്നെ 100 വട്ടം ചോദിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ അവകാശങ്ങൾ വേണ്ട ബ്രദറെ എന്ന് നാം ആകുലതകളെല്ലാം ഉള്ളിലടക്കി നീട്ടി ചോദിക്കുന്നു. ഇപ്പോൾ മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് നാം ബുദ്ധി ഉപദേശിക്കുന്നു. ലേവി കുടുംബത്തിനും ഒരുപക്ഷെ ഈ ആകുലതകളോടെ കൂടെ ഈ ചോദ്യം ഉന്നയിക്കാമായിരുന്നു. പക്ഷെ ഈ ചോദ്യം എത്തുന്നതിന് മുൻപേ യോശുവ പറഞ്ഞു, നിങ്ങളുടെ അവകാശം ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്രായേലിൽ ഒരു അവകാശവുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വത്തുമില്ല. ദൈവം തന്നെ നിങ്ങളുടെ സ്വത്താകുന്നു. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിന്റെ വലിയ വെളിപ്പാടുകൾ നൽകിയിട്ടും ഏറ്റവും വലിയ സമ്പത്താകുന്ന ക്രിസ്തുവിനെ നൽകിയിട്ടും നാം വീണ്ടും ഇവിടുത്തെ ഓഹരിക്കായി ക്യൂ നിൽക്കുന്നവരാണോ? എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും ഓഹരി കർത്താവാകുന്നു. ലോകം തരുന്ന ഓഹരികൾ, അവകാശങ്ങൾ മനഃപൂർവ്വമായി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് സ്വർഗത്തിൽ ഒരിക്കലും നശിക്കാത്ത നിക്ഷേപങ്ങളുടെ വില നാം മനസ്സിലാക്കുന്നത്. ഉപേക്ഷണം നമ്മെ എത്രമാത്രം കൃപ ആസ്വദിക്കുവാൻ സഹായിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കും. ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നത് യഹോവയാണ്. അല്ലെങ്കിൽ ഈ ഭൗതികമായ ഈ അവകാശത്തിനായി കടിപിടി കൂടി ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഉപേക്ഷണം കൂടാതെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യനാവാത്തവന് അവന്റെ ഉള്ളിൽ സ്ഥാനവുമില്ല. അവന്റെ ഉള്ളിൽ സ്ഥാനമില്ലാത്തവനെ പിതാവ് അംഗീകരിക്കില്ല. പിതാവ് അംഗീകരിക്കാത്തവന് പുത്രന്റെ രാജ്യത്തിൽ ഓഹരിയുമില്ല.